വേണു, സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടായാലും റിസൾട്ട് ഏത് തരത്തിൽ ആയാലും പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ ഉയർന്ന ഘടകം എന്ന രൂപത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു റിവ്യൂ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രപ്പോസൽ ഉണ്ടാക്കും. അതിനുശേഷം അത് സംസ്ഥാന കമ്മിറ്റിയിൽ വച്ച് അത് ഫൈനലാക്കി താഴെ ഘടകങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കൊടുക്കും. എന്നാൽ ഈ തവണ ഞങ്ങൾ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് ആ തിരിച്ചടി. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നിന്ന് മാറ്റം വന്ന് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഓരോ സഖാക്കൾക്കും പറയുവാനുള്ള അഭിപ്രായം ഒരു കണ്ടീഷനും വയ്ക്കാതെ, ഒരു സമയക്ലിപ്തതയും വയ്ക്കാതെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറായി. അതിൻ്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റികളും ജില്ലാ സെക്രട്ടേറിയറ്റുകളും ദിവസങ്ങൾ എടുത്തു കൂടി എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തു. പാർട്ടി ഏരിയ കമ്മിറ്റികൾ പുറത്തുനിന്നുള്ള, ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് കൂടി. കാരണം സ്വന്തം ജില്ലയിൽ നിന്നുള്ള ആളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖപരിചയവും മറ്റ് പറയാൻ എന്തെങ്കിലും മടി ഉണ്ടായാലോ എന്ന് വെച്ച് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തിട്ടാണ് ഏരിയ കമ്മിറ്റികൾ കൂടിയത്. അതുപോലെ തന്നെ സ്വന്തം ഏരിയയ്ക്ക് പുറത്തുനിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളും കൂടി. എല്ലാ ബ്രാഞ്ചും ഈ ബ്രാഞ്ച് LC അതിർത്തിക്ക് പുറത്തുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു കൂടി. എല്ലാ ബ്രാഞ്ചും കൂടി പറഞ്ഞ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ട് മുഗൾ ഘടകത്തിലേക്ക് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് 5, 6, 7 തീയതികളിൽ ജൂൺ മാസം പാർട്ടി സെക്രട്ടേറിയറ്റും സ്റ്റേറ്റ് കമ്മിറ്റിയും കൂടി ഞങ്ങളുടെ തോൽവി കൃത്യമായിട്ട് തന്നെ വിലയിരുത്തി മുഴുവൻ പാർട്ടി സഖാക്കളുടെ അഭിപ്രായവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള റിവ്യൂ റിപ്പോർട്ട് പുറത്തിറക്കിയത്. ആ റിവ്യൂ റിപ്പോർട്ട് അംഗീകരിച്ച് ഇന്ന് 4 മണിക്ക് പത്രസമ്മേളനത്തിലൂടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏതെല്ലാം മേഖലയിലാണ് പാകപ്പിഴകൾ പറ്റിയത്, എവിടെയാണ് കുറവുകൾ ഉണ്ടായത്, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം നടത്തിയ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറവ് പറ്റി. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ചില പ്രചരണങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംഘടനാപരമായിട്ട് തന്നെ അതിനെ ചെറുക്കുന്ന കാര്യത്തിലും പ്രതിപക്ഷം നടത്തിയ തെറ്റായിട്ടുള്ള പ്രചരണത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്ന കാര്യത്തിലും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവുകൾ ഉൾപ്പെടെ സംഘടനാപരമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ അവ പരിശോധിച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി വിശദീകരിച്ചിരിക്കുകയാണ്. ഈ ലോകത്തുള്ള എല്ലാവർക്കും, മാധ്യമങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ജെൻസി, രാജ്യത്തിന് പുറത്തുള്ളവർ, സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്ക് പോലും ഞങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാം. ആശയങ്ങളും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും പ്രവർത്തന ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഒരു പ്രദേശത്തുള്ള ആ കമ്മിറ്റി അംഗങ്ങൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയുണ്ടാകും. മേൽ കമ്മിറ്റിയിൽ നിന്ന് വരുന്നയാൾ ആ നാട്ടുകാരൻ തന്നെ ആയിരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി, അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കാൻ അതല്ലാത്ത നേതാക്കന്മാരിൽ തന്നെ വരുന്നു എന്ന്. ഇത് നടാടെയാണോ? ഇതിനു മുൻപും സമാനമായി തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് തിരിച്ചടി നിങ്ങൾ അവലോകനം ചെയ്തിട്ടുള്ളത് കീഴ്ഘടകങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ? ഒരിക്കലുമല്ല. തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഗൾ കമ്മിറ്റികൾ രൂപീകരിക്കുന്ന റിപ്പോർട്ട് താഴെ ഘടകങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ആ സമയത്ത് പല പുറത്തുനിന്നുള്ള സഖാക്കളും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു റിവ്യൂ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഘടകങ്ങളും ചർച്ച പൂർത്തീകരിച്ച് തുറന്നു പറഞ്ഞ്, കാരണം മണിക്കൂറുകളെടുത്തുള്ള ചർച്ചകൾ കേട്ട് ആ കുറവുകൾ കൃത്യമായി രേഖപ്പെടുത്തി അവ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ വ്യക്തമാക്കി. മുകളിൽ നിന്നല്ല ഇതിന്റെ റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത്, താഴേന്ന് തൊട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അതൊരു പുതിയ രീതിയാണ്, ഒരു ഇത്രയും ജീവസുറ്റ ഒരു വിമർശനം കീഴ്ഘടകങ്ങളിൽ നിന്നുണ്ടായി എങ്കിൽ അത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അവലോകന റിപ്പോർട്ടാണ് സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയത്. അത് സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിൽ വെക്കുകയാണ് ചെയ്തതെങ്കിൽ പാർട്ടിയുടെ സംഘടനാ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അത്രയും തിരുത്തലുകൾ ഈ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച റിവ്യൂ റിപ്പോർട്ടിന്മേൽ വരുത്തേണ്ടി വന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഒരു അട്ടിമറിയല്ലേ അവിടെ നടന്നത്? ഒരിക്കലല്ല. ഞങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിലാണ് കുറവുണ്ടായത് എന്നതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നു വന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ മേഖലയിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശബരിമലയുമായി ബബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിഷയങ്ങളിൽ, അതുപോലെ ഓരോ മേഖലയിലും സഖാക്കൾ ഏറ്റവും മുതൽ താങ്കൾ പറയുന്ന പ്രകാരം കീഴ്ഘടകങ്ങൾ നിർഭയമായി തുറന്ന മനസ്സോടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. മറയില്ലാതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കീഴ്ഘടകങ്ങൾ, മുൻവിധിയില്ലാതെ അത് സ്വീകരിക്കുന്ന നേതൃത്വം. ഈ ഘടനയിലായിരുന്നു ഈ അവലോകന റിപ്പോർട്ട് വന്നത് എങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് നടാടെ ഇത്രയധികം തിരുത്തലുകൾ ആ റിവ്യൂ റിപ്പോർട്ടിന്മേൽ വേണം എന്ന് ശഠിക്കേണ്ട സാഹചര്യം വരില്ലായിരുന്നു. അല്ല, ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ശരിക്കും മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതിയാണ് എങ്കിൽ
ആദ്യ യോഗത്തിൽ തന്നെ അതിൻ്റെ ഒരു റിവ്യൂ റിപ്പോർട്ട് വന്നേനെ. ഇത് മുഴുവൻ സഖാക്കളെയും കേൾക്കണമെന്ന് തീരുമാനിച്ചത് ഈ പാർട്ടിയുടെ ഉള്ളിലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹാരിത തന്നെയാണ്. മുഴുവൻ ആളുകൾക്ക് വിമർശനത്തിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കാം. ഇപ്പോൾ റിവ്യൂ റിപ്പോർട്ടേ വന്നിട്ടുള്ളൂ. ഭാവി പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത മുഴുവൻ ആളുകൾക്കും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതിനൊരു വാട്സപ്പ് നമ്പറും മെയിൽ ഐ ഡിയും അതുപോലെ വെബ്സൈറ്റ് അഡ്രസ്സും എല്ലാം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏത് കുറവും കണ്ടെത്തി പരിഹരിക്കാൻ, സ്വയം വിമർശനം നടത്താൻ, ആ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കാൻ ഒരു മടിയുമില്ലാത്ത പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ഇതിനു മുമ്പ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ 1977 ഇതിലും വലിയ തിരിച്ചടി ഉണ്ടായിട്ട് 2 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ ഭരണത്തിലേക്ക് തിരിച്ചു വന്ന പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് അതിന്റെ പ്രവർത്തകരും ജനങ്ങളുമാണ്. ആ ജനങ്ങൾക്ക് മൊത്തം ഈ പാർട്ടിയുമായിട്ടൊരു ബന്ധം സൂക്ഷിക്കേണ്ടതില്ല. പക്ഷെ എന്നിരുന്നാലും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പാകത്തിന് ഏറ്റവും സുതാര്യമായി തന്നെ കുറവുകൾ കണ്ടെത്തി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കുന്ന കാര്യത്തിൽ, അത് ഏറ്റുപറയുന്ന കാര്യത്തിൽ, ജനങ്ങളോട് പറയുന്ന കാര്യത്തിൽ ഒരു മടിയും ഞങ്ങൾക്കില്ല. ഈ ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടിന് വലിയ പ്രതികരണമാണ് ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളിൽ നിന്ന്, ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അംഗങ്ങളിൽ നിന്ന് കിട്ടിയത്. കാരണം മണിക്കൂറെടുത്ത് ചർച്ച ചെയ്ത സഖാക്കളുണ്ട്. അത്തരത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ കൂടി ഈ റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായി, തിരുത്തൽ നടപടികളുടെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഏറ്റവും കൂടുതൽ ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.